സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. മെഴുവേലി ബാബുജിയുടെ നോവൽ വൺ മാൻ ആർമി ഭാഗം 1. ബാംഗ്ലൂർ. ഒരു തെളിഞ്ഞ സായാഹ്നം. ലാൽബാഗിലെ തിരക്കൊഴിഞ്ഞ ഭാഗത്ത് ഇരിക്കുകയായിരുന്നു ആ ചെറുപ്പക്കാരൻ. അയാളെക്കുറിച്ച് പറയുകയാണെങ്കിൽ സുമുഖൻ, സുന്ദരൻ, ആരോഗ്യവാൻ, ഹോളിവുഡ് സിനിമാ താരമാണെന്ന് ഒറ്റ നോട്ടത്തിൽ ആരും പറയൂ. തലമുടിയുടെ പിൻഭാഗം തോളിന് താഴെ വരെ നീട്ടിയിട്ടുണ്ട്. അനുസരണയില്ലാത്ത കോലൻ തലമുടി, തിളക്കമുള്ള കണ്ണുകൾ, സദാ ചൂയിങ്കം തിന്നുന്ന സ്വഭാവമുണ്ടയാൾക്ക്. പേര് വിഷ്ണുവർദ്ധൻ. നെറ്റിയിലേക്ക് വീണ തലമുടി പിന്നോട്ടൊതുക്കിക്കൊണ്ട് വിഷ്ണുവർദ്ധൻ വാച്ചു നോക്കി. പതിയെ അയാൾ തല അനക്കുന്നുണ്ട്. കാരണം കാതുകളിൽ വോക്ക്മാനിന്റെ സംഗീതം മുഴങ്ങുകയാണ്. അതിനനുസരിച്ചാണ് തല അനങ്ങുന്നത്. കടലക്കച്ചവടക്കാരൻ പയ്യൻ അകലെ കൂടി വാണം വിട്ടതുപോലെ പാഞ്ഞു വരുന്നുണ്ട്. കണ്ടപ്പോൾ വിഷ്ണുവർദ്ധൻ ഉത്സാഹത്തോടെ ഇളകിയിരുന്നു. വോക്ക്മാൻ ഓഫ് ചെയ്ത് അവൻ അടുത്തെത്തി. അണ്ണാ, ബാക്കി പറയാനാവാതെ അവൻ നിന്നെ കിതച്ചു. കിതയ്ക്കുന്നതിന് പിന്നെ നേരമുണ്ടടാ, നീ കാര്യം പറ. വിഷ്ണുവർദ്ധൻ അവന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഉഗ്രൻ രണ്ട് സാധനം. എവിടെ എവിടെ? വിഷ്ണുവർദ്ധൻ എണീറ്റു കഴിഞ്ഞു. ആഹാ, കടലക്കാരൻ പയ്യൻ വിവരിക്കുക. എന്തൊരു പെണ്ണുങ്ങളാ അണ്ണാ, പെണ്ണെന്ന് പറഞ്ഞ ഇങ്ങനെ വേണം. വിഷ്ണുവർദ്ധന് ഉത്സാഹമായി. പയ്യൻ തുടർന്നു. ഞാൻ ഒന്നേ നോക്കിയുള്ളൂ അണ്ണാ, നമ്മുടെ രംഗീല സ്റ്റൈലാ. അവരെവിടെയാണെന്ന് പറഞ്ഞു തുളയ്ക്കടാ ഗോന്താ. അത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ഇല്ല. അണ്ണൻ ഒന്നുകൂടി ഒന്ന് ഓർത്തു നോക്കിക്കേ. നീ പറഞ്ഞില്ല. പറഞ്ഞു. എടാ, വിഷ്ണുവർദ്ധൻ അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് പൊക്കി. വേഗം പറയടാ. എന്റെ ഫീസ് ഇതാ. അതാണോ കാര്യം? ബിസിനസ്സിൽ അങ്ങനെയൊക്കെയാ. വിഷ്ണുവർദ്ധൻ പേഴ്സിൽ നിന്ന് 50 രൂപയുടെ ഒരു നോട്ടെടുത്ത് നീട്ടി. ഇതാർക്ക് വേണം? കഴിഞ്ഞ 2 വർഷമായി ഫീസിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിട്ടില്ല. കടല വിൽക്കുകയായിരുന്നെങ്കിൽ ഇത്രയും നേരം കൊണ്ട് ഞാൻ 100 രൂപ ഒപ്പിച്ചേനെ. ഇത് വായിൽ നോക്കി നിന്നത് മിച്ചം. ഇപ്പം നിനക്കെന്ത് വേണം? അത് പറ. വിഷ്ണുവർദ്ധന് ആ സുന്ദരികളെ കാണാൻ തിടുക്കമായി. എനിക്ക് 100 രൂപ വേണം, അവൻ പറഞ്ഞു. അത് കുറെ കൂടുതലല്ലേടാ. വേഗം പണതാ, അല്ലെങ്കിൽ ഞാൻ റേറ്റ് കൂട്ടും. വിഷ്ണുവർദ്ധൻ പെട്ടെന്ന് 100 രൂപയെടുത്ത് അവനെ ഏൽപ്പിച്ചു. ഇനി പറ, അവളുമാരെവിടെ? ഗേറ്റിൽ കാറിൽ വന്നിറങ്ങുന്നത് കണ്ടു. ഇനി വേണേ അണ്ണൻ തന്നെ കണ്ടുപിടിക്ക്. അവൻ തിരിച്ച് നടന്നു കഴിഞ്ഞു. എടാ, അവരുടെ കൂടെ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? അതെനിക്കറിയില്ല. അതെന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ല. ആവശ്യമില്ലാത്തതൊന്നും ഞാൻ നോക്കാറില്ല. വിഷ്ണുവർദ്ധൻ അവനെ തെറി വിളിച്ചുകൊണ്ട് വേഗം നടന്നു. ഇനി അവളുമാരെവിടെയാണോ ആവോ? കുറെ ദൂരം കൂടി മുന്നോട്ട് പോയ അയാൾ പെട്ടെന്ന് നിന്നു. പയ്യൻ പറഞ്ഞത് ശരി തന്നെ. സാക്ഷാൽ രംഗീല സ്റ്റൈൽ. കാൽമുട്ടിന് മുകളിൽ നിൽക്കുന്ന ഫ്രോക്കാണ് ഇരുവരുടെയും വേഷം. അയഞ്ഞ ബനിയനും കൂളിംഗ് ഗ്ലാസും, ഷാമ്പു ഉപയോഗിച്ച് മൃദുലമാക്കിയ തലമുടി, ചെരിമ്പാഴ പോലെയുള്ള ചുണ്ടുകൾ, സുർമയെഴുതിയ കണ്ണുകൾ, മുഴുത്ത മാറിടങ്ങൾ, ഒതുങ്ങിയ അരക്കെട്ട്, വളക്കൂറുള്ള ഭാഗത്ത് നിൽക്കുന്ന വാഴയുടെ പിണ്ടി പോലെയുള്ള കാലുകൾ. ആഹാ! വിഷ്ണുവർദ്ധൻ വായിൽ കിടന്നിരുന്ന ചുയിങ്കം തുപ്പിക്കളഞ്ഞ് പുതിയതൊരെണ്ണം വായിലിട്ട് ചവച്ചു. കൊള്ളാം. അയാൾക്കെതിരെ നടന്നു വരികയായിരുന്നു അവർ. തമ്മിൽ സുന്ദരി ഏതെന്ന് കണ്ടുപിടിക്കാൻ അയാൾക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഏതിനെ മുട്ടണമെന്നും സംശയമായി. അവർ തൊട്ടടുത്തെത്തി. കളിപ്പാട്ടം കണ്ട കുട്ടിയെപ്പോലെ നിൽക്കുകയാണ് അയാൾ. ഈ ബാംഗ്ലൂർ നഗരത്തിൽ താൻ അറിയാതെ ഇത്രയും കാലം ഈ സുന്ദരികൾ എവിടെ ഒളിച്ചു താമസിച്ചു എന്ന് വിഷ്ണുവർദ്ധൻ സംശയിച്ചു. അവളിൽ ഒരുവളുടെ നോട്ടം അയാളുടെ മുഖത്തു പതിഞ്ഞു. വിഷ്ണുവിന്റെ നോട്ടവും ഭാവവും കണ്ട് അയാൾ കേൾക്കെ അവൾ മറ്റവളോട് പറഞ്ഞു, സൂക്ഷിക്കണം. അവളും തിരിഞ്ഞ് വിഷ്ണുവിനെ നോക്കി. വേണ്ടിവരും, ആരോടെന്നില്ലാതെ വിഷ്ണു പറഞ്ഞു. എന്താ പറഞ്ഞത്? അവർ തിരിഞ്ഞു നിന്നു. നിങ്ങളെന്താ പറഞ്ഞത്? അതൊരു സ്വകാര്യം, ഇത് മറ്റൊരു സ്വകാര്യം. ഓഹോ, ആഹാ, സ്റ്റുപ്പിഡ്. അവർ മുന്നോട്ട് നീങ്ങി. ചിലരിങ്ങനെയാ, അവനവൻ ആരാണെന്ന് പറഞ്ഞുകൊണ്ടേ നടക്കൂ. യുവതികൾ തിരിഞ്ഞു നോക്കി. വിഷ്ണു ചിരിച്ചു. നല്ല പേര്, എനിക്കിഷ്ടമായി കേട്ടോ. ഫു, അയ്യേ. വിഷ്ണുവർദ്ധൻ ചുറ്റും നോക്കി. സീൻ ആരെങ്കിലും കണ്ടോ? അതാ കടലക്കാരൻ പയ്യൻ നിന്ന് ചിരിക്കുന്നു. പോടാ വിളന്ന്. നീ നോക്കിക്കോ, ഇന്നേക്ക് 3-ാം ദിവസം അവളുമാരിൽ ഒരുത്തിയും കൊണ്ട് ഞാനിവിടെ വരും. അങ്ങനെയാവട്ടെ. അവനും പോയി. ഇനി എന്ത് വേണമെന്നറിയാതെ അയാൾ നിന്നു. ആദ്യമേ ഉടക്കു വീണു. അത് നല്ല ലക്ഷണം തന്നെ. അവർ പുൽത്തകടിയിലിരിക്കുന്നതും തന്നെ നോക്കി എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നതും കണ്ട് വിഷ്ണു പിന്തിരിഞ്ഞു. കഴിവേറുടെ മോളുമാര്. കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടപ്പോ അവളുമാരുടെ ഒരു ഇളക്കം. എത്ര പെണ്ണുങ്ങളെ കണ്ടിട്ടുള്ളവനാ ഈ പുതിയ 1-2 കൊച്ചു പെൺപിള്ളേർ അയാളെ നോക്കി കണ്ണിറുക്കി. വിഷ്ണു അവരെ ശ്രദ്ധിച്ചതേയില്ല. ഗേറ്റിൽ വന്ന് തന്റെ യമഹയ്ക്ക് അരികിലിരുന്നു. അവളുമാർ തിരിച്ചു വരട്ടെ. പോകുന്ന വണ്ടിയുടെ നമ്പർ നോട്ട് ചെയ്യണം.
കുറച്ചപ്പുറത്ത് ഒരു മാരുതി വാൻ വന്ന് നിൽക്കുന്നത് വിഷ്ണു കണ്ടു. പക്ഷെ അതിൽ നിന്ന് ആരും ഇറങ്ങിയില്ല. അയാൾ വീണ്ടും അവരെ പ്രതീക്ഷിച്ചിരുന്നു. പേപ്പർ സായാഹ്ന പതിപ്പുമായി ഒരു പയ്യൻ. പുതിയ കമ്മീഷണർ 1 കോടി രൂപയുടെ ചരസ് പിടിച്ചു. മറ്റൊരു പത്രത്തിലും വരാത്ത ന്യൂസ്. വിഷ്ണു അവനെ കയ്യാട്ടി വിളിച്ചു. ഒരു പേപ്പർ വാങ്ങി. കണ്ണുകൾ വാർത്തയിലുടക്കി. പുതിയതായി ബാംഗ്ലൂർ സിറ്റിയിൽ ചാർജ് എടുത്ത കമ്മീഷണർ വാൾട്ടർ വെങ്കടേഷ് 1 കോടി രൂപയുടെ ചരസ് പിടിച്ചു. വിഷ്ണുവർദ്ധൻ നെറ്റിച്ചുളിച്ചു. ചരക്ക് ആരുടേതായിരിക്കും? അലിയാരുടേതോ അതോ നിജലിംഗപ്പയുടേതോ? അതുമല്ലെങ്കിൽ രാമരാജ ഗൌഡയുടെ? 3 പേരും ബാംഗ്ലൂരിൽ ആസ്ഥാനമുറപ്പിച്ചിട്ടുള്ള അധോലോകക്കാർ. പത്രം മുഴുവൻ മരിച്ചുപെറുക്കി നോക്കിയിട്ടും ആരുടെ ചരക്കാണെന്നില്ലായിരുന്നു. അയാൾ കമ്മീഷണറുടെ പേര് ഒരിക്കൽ കൂടി ഉരുവിട്ടു. വാൾട്ടർ വെങ്കടേഷ്. സൂക്ഷിക്കണമല്ലോ. ആള് ചൂടനാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ വാർത്ത ലീക്ക് ചെയ്യില്ലായിരുന്നു. തൊണ്ടി ഉടമസ്ഥന്റെ ഗൗഡണിലെത്തിയേനെ. ഇനി ആരോ ഒറ്റിയതായിരിക്കണം. 3 അധോലോകക്കാരും പരസ്പരം തകർക്കാൻ അവസരം പാർത്ത് കഴിയുകയാണ്. സംഗതി ഒറ്റാണെങ്കിൽ തോക്കുകൾ ഗർജിക്കും. ബാംഗ്ലൂർ ചോരയിൽ ചുവക്കും. ഒറ്റല്ലെങ്കിലും പ്രശ്നമാണ്. വാൾട്ടർ വെങ്കടേഷ് ചരക്ക് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ ഇവിടെ തന്നെ അയാളുടെ ശവമടക്കം നടക്കും. തന്നെ ഇതൊന്നും ബാധിക്കുന്ന പ്രശ്നമല്ല. അയാൾ പത്രം വലിച്ചെറിഞ്ഞു. ഈ സുന്ദരമായ സായാഹ്നത്തിൽ ഓർക്കാൻ എന്തുമാത്രം കാര്യങ്ങൾ വേറെ കിടക്കുന്നു. അയാളുടെ മനസ്സിലേക്ക് വീണ്ടും സുന്ദരിമാരെത്തി. നേരം സന്ധ്യയാകാറായി. അയാൾ ഗേറ്റിലേക്ക് കണ്ണുനട്ടിരുന്നു. അതാ അവർ. മഞ്ഞിന് പുറത്തുകൂടിയാണ് അവർ നടന്നു വരുന്നതെന്ന് അയാൾക്ക് തോന്നി. എത്ര വശ്യത! പട്ടുപോലെയുള്ള ആ മേനികളിൽ മാറി മാറി പുൽകാൻ അയാൾ കൊതിച്ചു. അവർ ഒരു പ്രീമിയർ പത്നിമിനി കാറിനടുത്തെത്തി. ഡ്രൈവർ ഡോർ തുറന്നുകൊടുത്തു. വിഷ്ണു നമ്പർ മനസ്സിൽ കോറിയിട്ടു. 1 മണിക്കൂറിനുള്ളിൽ ഈ കാറ് ആരുടേതാണെന്ന് ഈ വിഷ്ണുവർദ്ധൻ അറിയും. പെട്ടെന്ന് അയാളൊന്ന് ഞെട്ടി. നേരത്തെ അവിടെ നിന്ന് വന്ന മാരുതി വാൻ കുതിച്ചു വരുന്നു. വിഷ്ണുവിന് അപകടം ബോധ്യമായി. അയാൾ ചാടി എണീറ്റു. അപ്പോഴേക്കും വാൻ അവർക്കരികിൽ ബ്രേക്കിട്ടു. അതിന്റെ പിന്നിലെ ഡോറുകൾ നിരങ്ങി മാറി. 2 പേർ പുറത്തേക്ക് ചാടി. കാറിൽ കയറാൻ തുടങ്ങുകയായിരുന്ന സുന്ദരികളെ വലിച്ച് വാനിലിട്ടു. വാൻ പാഞ്ഞു. കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ഇത്രയും നടന്നു കഴിഞ്ഞു. ഡ്രൈവർ എന്തോ വിളിച്ചു പറഞ്ഞുകൊണ്ട് വാനിന്റെ പിന്നാലെ അല്പദൂരം ഓടി. പിന്നെ കുഴഞ്ഞു വീണു. വിഷ്ണുവർദ്ധൻ ഒരു നിമിഷം ചിന്തിച്ചു. അവരെ രക്ഷപ്പെടുത്തിയാലോ? മുട്ടാൻ പറ്റിയ സമയം. അയാൾ ക്ഷണനേരത്തിനുള്ളിൽ മാരുതി വാനു പിന്നാലെ ബൈക്കിൽ പാഞ്ഞു. പക്ഷേ വാനിൽ നിന്നൊരു വെടിയുണ്ട ചീറി വന്നു. വിഷ്ണുവർദ്ധന്റെ ബൈക്ക് പാളി. അയാൾ റോഡിന് നടുവിലേക്ക് ബൈക്കോടൊപ്പം തന്നെ മറിഞ്ഞു. ഹോസ്പിറ്റലിൽ ഡ്രസ്സിംഗ് ടേബിളിൽ മലർന്നു കിടക്കുമ്പോൾ വിഷ്ണുവർദ്ധന്റെ കണ്ണുകൾ അടുത്തു നിന്നിരുന്ന സുന്ദരിമാരായ നഴ്സുമാരിലായിരുന്നു. എങ്ങനെയാ ബൈക്ക് മറിഞ്ഞത്? ഒരു സുന്ദരി തിരക്കി. ദാ ഇങ്ങനെ എന്ന് പറഞ്ഞ് അവൻ ഒരു വശം ചെരിഞ്ഞ് ആംഗ്യം കാട്ടിയതും വേദന കാരണം അയ്യോ എന്ന് നിലവിളിച്ചു പോയി. യുവതികൾ കുലുങ്ങി ചിരിച്ചു. ഇയാൾ വീണില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അയാളുടെ കണ്ണുകൾ ചിരിക്കുമ്പോൾ തുള്ളുന്ന അവരുടെ മാറിടങ്ങളിൽ തറഞ്ഞു. ഒരു നഴ്സ് വിളിച്ചു. എന്താ ഉദ്ദേശം? ഒന്നുമില്ല, വെറുതെ കിട്ടിയ ഐസ്ക്രീം കഴിക്കുകയായിരുന്നു. ആ നഴ്സിന് അയാളുടെ മുന്നിൽ നിൽക്കാൻ നാണം തോന്നി. കാര്യമായ പരിക്കൊന്നുമില്ലായിരുന്നു വിഷ്ണുവിന്. കൈയിലും കാലിലും മുഖത്തും കുറെ തൊലി ഉരഞ്ഞുപോയി. ബൈക്ക് നിയന്ത്രിക്കാനുള്ള അയാളുടെ അപാര കഴിവാണ് തുണയ്ക്കെത്തിയത്. മുന്നിലെ ടയറിൽ വെടിയുണ്ട തുളഞ്ഞ് ബൈക്ക് വലത്തേക്ക് പാളിയതും ബ്രേക്ക് അമർത്തിക്കൊണ്ട് അവൻ ഇടതുകാലും വലതു കൈയും ഇടതുവശത്തേക്ക് മാറി. ബൈക്ക് തറയിൽ ഉരയുമ്പോൾ അവൻ അതിനു മുകളിൽ ഒരു ഭാഗത്ത് സർക്കസുകാരനെ പോലെ ഇരുന്നു. പിന്നെ റോഡിലേക്ക് വീണ് അല്പം ഉരഞ്ഞു. പിന്നിൽ മറ്റു വാഹനങ്ങളും ഇല്ലാത്തത് കാരണം അപകടം കൂടുതലുണ്ടായില്ല. അവിടെ നിന്നെണീറ്റ അവന്റെ ബൈക്ക് സൈഡൊതുക്കി വെച്ചു. വാൻകാരെ 4 പുളിച്ച് തെറി വിളിച്ചു. പിന്നെ അതുവഴി വന്ന ഓട്ടോറിക്ഷയിൽ ഹോസ്പിറ്റലിലേക്ക് പോന്നു. ലാൽബാഗിൽ പെണ്ണുങ്ങളെ കാണാൻ പോയതായിരിക്കും അല്ലേ? അവരിൽ ഒരു നേഴ്സ് ചോദിച്ചപ്പോൾ വിഷ്ണുവർദ്ധൻ വിളറി. അയാൾ തുടർന്നു. വിഷ്ണുവിനെ നേരത്തെ എനിക്കറിയാം, സ്വഭാവവും. അവൻ പെട്ടെന്ന് സമനില വീണ്ടെടുത്ത് തിരിച്ചടിച്ചു. പെണ്ണുങ്ങളെ കാണാനാണെങ്കിൽ ലാൽബാഗിൽ പോകണ്ടല്ലോ, ഈ ഹോസ്പിറ്റലിലേക്ക് വന്നാ പോരായിരുന്നോ? നിങ്ങളെപ്പോലെയുള്ള സുന്ദരിമായ വെള്ളരിപ്രാവുകൾ എത്രയാ ഇവിടെയുള്ളത്? ആ വെച്ച് വെള്ളമങ്ങ് വാങ്ങിയേരു മോനെ. ഒരുവൾ സ്പിരിറ്റിൽ പഞ്ഞിമുക്കി മുറിവുകൾ തുടച്ചു. നീറ്റലുണ്ടോ? ആദ്യമൊക്കെ. നേഴ്സ് ചൂളിപ്പോയി. അതല്ല ഞാൻ ചോദിച്ചത്. അപ്പോ കാര്യമറിയാം. അവിവാഹിതയായ സുന്ദരിക്കുട്ടി എങ്ങനെയാ ഇക്കാര്യമൊക്കെ കൃത്യം അറിഞ്ഞത്? നേഴ്സ് പരുങ്ങി. വിഷ്ണു ചിരിച്ചു. പിന്നെ അവളെ ഒന്ന് പൊക്കി പറഞ്ഞു. സിസ്റ്റർ തൊടുമ്പോൾ എന്തൊരു സുഖം. ഇതിനാ പറയുന്നത് കാണാൻ ചന്തമുള്ള പെണ്ണുങ്ങളെ നേഴ്സുമാരായി നിർത്തണമെന്ന്. ഓപ്പറേഷൻ ചെയ്യാൻ പോലും മയക്കേണ്ടി വരില്ല.
നിങ്ങളിലൊരാൾ അടുത്തുണ്ടെങ്കിൽ വേദന അറിയുകയേയില്ല. അവർ ഇരുവരും പൊട്ടിച്ചിരിച്ചു. ഇത് ഏത് കമ്പനിക്കാരന്റെ പരസ്യമാ? സ്വന്തം കമ്പനിയുടെ. മുറിവുകളിൽ മരുന്ന് പുരട്ടിക്കഴിഞ്ഞിരുന്നു. ഇനി എണീറ്റോ? ഇത്തിരി കഴിയട്ടെ, അവൻ അറിയിച്ചു. നിങ്ങളും ഇവിടെ തന്നെ നിൽക്കൂ. അയ്യടെ മോനെ, വേഗം ബില്ല് പേ ചെയ്ത് പോകാൻ നോക്ക്. അപ്പോൾ എന്നെ ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നില്ലേ? ഇല്ല. ഒരു നഴ്സ് പുറത്തേക്ക് പോയ ഉടനെ അടുത്തവളോട് വിഷ്ണു ചോദിച്ചു, ഇനി എപ്പോ കാണും? അവർ പുരികം ചൊളിച്ചു. എന്താ ചോദിച്ചത്? വിഷ്ണു വികാരഭരിതനായി. സിസ്റ്റർ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും ഞാനൊരു സത്യം പറയുകയാണ്. സിസ്റ്റർ അടുത്ത് വന്നപ്പോൾ എനിക്ക് ഒരു അതിന് എന്ത് പേര് പറയണം എന്നെനിക്കറിയില്ല. പ്ലീസ് സിസ്റ്റർ, ഈ ആരാധകന് വേണ്ടി കുറെ മണിക്കൂറുകൾ ചിലവിടില്ലേ? അവന്റെ കണ്ണുകൾ അവളുടെ മിഴികളിൽ ഉടക്കി. കണ്ണുകൾ പിൻവലിക്കണമെന്ന് അവൾ വിചാരിച്ചെങ്കിലും കഴിഞ്ഞില്ല. വിഷ്ണുവർദ്ധൻ എന്തോ ഒരാകർഷണീയത. അവർ വീണു കഴിഞ്ഞെന്ന് അയാൾക്കുറപ്പായി. സിസ്റ്ററിന്റെ പേര് പറഞ്ഞില്ല. കുസുമം. ആഹാ, അറിഞ്ഞുകൊണ്ട് പേരിട്ടതാണല്ലോ. അവൾ തലകുനിച്ചു. നാളെയും നൈറ്റ് ഡ്യൂട്ടിയാണോ? അതെ. എങ്കിൽ നാളെ ലീവ് എടുക്കണം. ഹോസ്പിറ്റലിന്റെ വാതിക്ക് ഞാൻ ബൈക്കിൽ കാത്തിരിക്കും. അവൾ നാണത്തോട് തലകുലുക്കി. അയാളെ നോക്കി ഒന്നുകൂടി ചിരിച്ചിട്ട് ഇറങ്ങിപ്പോയി. വിഷ്ണുവർദ്ധൻ സന്തോഷത്തോടെ ചൂളമടിച്ചു. ബില്ല് പേ ചെയ്ത് വൈദ്യുതാലങ്കാരങ്ങളാൽ നിറഞ്ഞ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് ഇറങ്ങി. ബാംഗ്ലൂർ സിറ്റി പോലീസ് കമ്മീഷണർ വാൾട്ടർ വെങ്കടേഷ് ആകെ പരവശനായി. അയാൾക്ക് മുന്നിൽ തൊഴുകൈകളുമായി അപ്പോഴും ഡ്രൈവർ നിന്നു. ആ മനുഷ്യനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്ന് കമ്മീഷണർക്കറിയാം. എല്ലാ കേന്ദ്രങ്ങളിലേക്കും മെസ്സേജ് നൽകിയിട്ടുണ്ട്. ബാംഗ്ലൂർ പോലീസ് അരിച്ചു പെറുകുകയായും ഇപ്പോൾ. തന്റെ മക്കൾ. വെങ്കടേഷിന്റെ നെഞ്ചു വിങ്ങി. അമ്മയില്ലാത്ത ദുഃഖം അറിയിക്കാതെ ഇത്രയും കാലം താൻ അവരെ വളർത്തി. എന്നിട്ടിപ്പോൾ ഒരു പ്രസവത്തിന് 2 പെൺകുട്ടികളെ സമ്മാനിച്ച് വെങ്കടേഷിന്റെ ഭാര്യ ഈ ലോകത്തോട് യാത്ര പറയുകയായിരുന്നു. ഇരട്ട കുട്ടികൾ. അവരെ സംരക്ഷിക്കാൻ പോലും ഒരു 2ാം വിവാഹത്തിന് അയാൾ തയ്യാറായില്ല. അങ്ങനെ കണ്ണിലെ കൃഷ്ണമണികൾ പോലെ കാത്തു സൂക്ഷിച്ച മക്കളെയാണ് ലാൽബാഗിന് മുന്നിൽ വെച്ച് ആരോ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഒരു യുവാവ് ആ വാനിനെ പിന്തുടർന്നെന്നും വെടിയേറ്റ് ബൈക്കിൽ നിന്ന് വീണെന്നും താൻ പറഞ്ഞല്ലോ. വാൾട്ടർ വെങ്കടേഷ് ഡ്രൈവറെ നോക്കി. അയാൾ ആരായിരുന്നു? ഒരുപക്ഷെ അയാൾക്ക് വാനിന്റെ നമ്പർ ഓർമ്മയുണ്ടെങ്കിലോ? അയാൾ ആരാണെന്നറിയില്ല. ബൈക്ക് മാറ്റിവെച്ചിട്ട് ഒരു ഓട്ടോറിക്ഷയിൽ കയറിപ്പോയി. ഉടനെ വെങ്കടേഷ് ആ മനുഷ്യൻ ആരാണെന്ന് തിരക്കാൻ ഏർപ്പാട് ചെയ്തു. അസ്വസ്ഥതയോടെ കൈകൾ പിന്നിൽ കെട്ടി ഒരു പുലിയെപ്പോലെ മുരണ്ടുകൊണ്ട് വെങ്കടേഷ് മുറിയിൽ അങ്ങിങ്ങ് നടന്നു. അപ്പോൾ ഫോൺ ശബ്ദിച്ചു. ആകാംക്ഷയോടുകൂടി റിസീവർ എടുത്തു. സിറ്റി പോലീസ് കമ്മീഷണർ ഹിയർ. ആദ്യമായി ഒരു സിംഹത്തിന്റെ ഗർജനമാണ് ഫോണിലൂടെ കേട്ടത്. കമ്മീഷണർ ഞെട്ടി. അപ്പോൾ അപ്പുറത്തു നിന്ന് ഒരു മുഴക്കമുള്ള ശബ്ദം കേട്ടു. എടോ കമ്മീഷണറെ, വെറുതെ പോലീസിനെ കൊണ്ട് സിറ്റി മുഴുവൻ ഇളകി മറിച്ചിട്ടൊന്നും കാര്യമില്ല. തന്റെ മക്കൾ എന്റെ അടുത്തുണ്ട്. ആരടാ നീ? മറുപടിയായി ഉച്ചത്തിൽ ഒരു ചിരി വന്നു. അമ്മയില്ലാത്തവരെ തനിക്ക് ജീവനോടെ വേണോ? ഒരു കണ്ടീഷൻ. ഒന്നേ മാത്രം. ആ ചരസ് തിരികെ തരണം. സ്ക്രൗണ്ടറൽ. കമ്മീഷണർ ഗർജിച്ചു. നീ ആരോടാണ് കളിക്കുന്നതെന്നറിയാമോ? നിന്നെ ഞാൻ ചരച്ചു കളയും. ഒന്ന് പോടാ അവിടുന്ന്. ഒരു കമ്മീഷണർ വന്നിരിക്കുന്നു. എടാ, ആദ്യമായിട്ടൊന്നുമല്ല ഞാൻ മയക്കുമരുന്ന് കടത്തുന്നത്. പേടിപ്പിക്കാതെ വേറെ പണി നോക്ക്. മര്യാദയ്ക്ക് എന്റെ മക്കളെ തിരിച്ചുതടാ. തിരിച്ചു തരാം. ജീവനോടെയല്ല, ശവമായിട്ട്. അവര് സുന്ദരിമാരല്ലയോ? എന്റെ ആവശ്യം കഴിയുമ്പോൾ അവരുടെ ബോഡി നിനക്ക് കിട്ടും. എന്റെ കുഞ്ഞുങ്ങളെ തൊട്ടു പോകരുത്. തൊട്ടാലും നീ ഒരു പുല്ലും ചെയ്യില്ല. പക്ഷേ വാക്കെങ്കി വാക്ക്. എന്റെ സാധനം തിരികെ തന്നാൽ നിന്റെ മക്കളെ കേടുകൂടാതെ ഞാൻ തിരിച്ചു തരും. വീണ്ടും സിംഹത്തിന്റെ ഗർജനം. അതിനിടയിൽ ഇത്രയും കൂടി കേട്ടു. തനിക്ക് ആലോചിക്കാൻ 12 മണിക്കൂർ തരാം. നാളെ രാവിലെ വീണ്ടും വിളിക്കാം. അതിനിടയിൽ എന്നെ കണ്ടെത്താമെങ്കിൽ തനിക്ക് അതിനുമുള്ള സ്വാതന്ത്ര്യം തരുന്നു. ഗുഡ് നൈറ്റ്. ഫോൺ കട്ടായി. കമ്മീഷണർ സെറ്റിയിൽ തളർന്നിരുന്നു. രാത്രി മുഴുവൻ പോലീസ് കമ്മീഷണറുടെ മക്കളെ തിരഞ്ഞു. യാതൊരു തുമ്പും കിട്ടിയില്ല. ഇതിനിടെ ബൈക്കിൽ വാനിന്റെ പിന്നാലെ പറന്നത് വിഷ്ണുവർദ്ധനാണെന്നറിഞ്ഞ് പോലീസ് അയാളെ കണ്ടെത്തി വിവരം തിരക്കി. പക്ഷെ അയാൾക്കും നമ്പർ അറിയില്ലായിരുന്നു. കമ്മീഷണർക്ക് ഉറക്കമില്ലാത്ത ഒരു രാത്രി. മക്കളെ ഓർത്ത് കുത്തിയിരുന്നാണ് അയാൾ നേരം വെളുപ്പിച്ചത്. പോലീസിന് ഒന്നും കഴിഞ്ഞില്ലെന്നുള്ള വാർത്ത അയാളെ തളർത്തി. ഇനി എന്ത് വേണമെന്നറിയാതെ കമ്മീഷണർ വിഷമിച്ചു. തന്റെ മക്കൾ. ചരസ് തിരിച്ചു കൊടുത്താൽ തന്റെ ഔദ്യോഗിക ജീവിതത്തിൽ അതൊരു കരടായി അവശേഷിക്കും. ഇനി അങ്ങോട്ട് തനിക്ക് യാതൊന്നും ചെയ്യുവാൻ കഴിയില്ല. കമ്മീഷണർ വാൾട്ടർ വെങ്കടേഷിന് ഡിപ്പാർട്ട്മെന്റിലുള്ള വിലയിടിയും. അയാൾ അസ്വസ്ഥതയോടുകൂടി ഒരു സിഗരറ്റ് കത്തിച്ചു. ഫോൺ ശബ്ദിക്കുന്നത് കേട്ട് വെങ്കടേഷിന്റെ നെഞ്ചിടിപ്പ് വർദ്ധിച്ചു. അവനായിരിക്കും. വിറയ്ക്കുന്ന കൈകളോടെ റിസീവർ എടുത്തു.
അപ്പുറത്തു നിന്ന് സിംഹത്തിന്റെ താൻ എന്തു തീരുമാനിച്ചു? മക്കളെ വേണമെന്നോ അതോ ചരസ് പിടിച്ചെന്ന് ക്രെഡിറ്റ് വേണമെന്നോ? ചരസിന്റെ വില ഞാൻ തന്റെ മക്കൾക്ക് കണക്കാക്കി കഴിഞ്ഞു. അപ്പുറത്തു നിന്നും മുഴക്കമുള്ള ആ ശബ്ദം കേട്ടു. കമ്മീഷണർ വാൾട്ടർ വെങ്കിടേഷിന്റെ തൊണ്ട ഉണങ്ങി വരണ്ടു. അയാളിൽ നിന്ന് യാതൊരു ശബ്ദവും പുറത്തു വന്നില്ല. എന്താ കമ്മീഷണറെ, നാവിറങ്ങിപ്പോയോ? എന്റെ മക്കളെവിടെ? അവർ സുരക്ഷിതരാണെന്ന് പറഞ്ഞില്ലേ? എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം. അപ്പുറത്ത് ഒരു നിമിഷം മൗനം പിന്നെ കേട്ടു. യെസ്. 1 മിനിറ്റിന് ശേഷം മക്കളിൽ ഒരാൾ ലൈനിൽ വന്നു. ഞാനാ ഡാഡി, രേഖ. രാജി എവിടെ? ഇവിടെയുണ്ട്. അയാള് നിങ്ങളെ ഉപദ്രവിച്ചോ? ഇല്ല. അവളുടെ ശബ്ദം പതറി. ഡാഡി, ഞങ്ങളെ രക്ഷിക്കാം മോളെ. പെട്ടെന്ന് റിസീവർ പിടിച്ചു വാങ്ങപ്പെട്ടു. ഇത്രയും സംസാരിച്ചാൽ മതി കമ്മീഷണറെ. ഇനി ഞങ്ങളുടെ കാര്യം. എന്ത് തീരുമാനിച്ചു? ആ മയക്കുമരുന്ന് ഏതായാലും സർക്കാരിന് വിറ്റ് കാശാക്കാൻ പറ്റില്ലല്ലോ. എങ്കിൽ പിന്നെ ഞാനെങ്കിലും നഷ്ടപ്പെടാതെ അത് പണമാക്കാം. എന്റെ മക്കളെ വിട്ടുതരൂ. എന്റെ സാധനം തരൂ. എനിക്ക് ആലോചിക്കണം. ശരി, എത്ര സമയം വേണമെന്ന് പറയൂ. അതിപ്പോ 1 ദിവസം തന്നിരിക്കുന്നു. നാളെ ഈ നേരത്ത് ഞാൻ വിളിക്കാം. പിന്നെ ഒരു കാര്യം, ഞാൻ ഫോൺ ചെയ്യുന്നത് എവിടെ നിന്നാണെന്നും തിരഞ്ഞിട്ട് കാര്യമില്ല. പബ്ലിക് ബൂത്താണ്. ഫോൺ കട്ടായി. വാൾട്ടർ വെങ്കടേഷ് സെറ്റിയിലേക്ക് ചാഞ്ഞു. ആ ചരസിന്റെ ഒപ്പം ഒരാളിനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ താനിപ്പോൾ അവന്റെ താവളം കണ്ടെത്തിയേനെ. തങ്ങൾ നമ്പരില്ലാത്ത ഒരു കാർ വളഞ്ഞപ്പോൾ തന്നെ അതിലുണ്ടായിരുന്നവൻ ഇറങ്ങി ഓടിക്കളഞ്ഞു. ഇനി എന്ത് വേണമെന്ന് വെങ്കടേഷിന് പിടികിട്ടുന്നില്ല. ഉച്ചയ്ക്ക് ശേഷം സിറ്റി പോലീസ് കമ്മീഷണറുടെ അധ്യക്ഷതയിൽ പോലീസ് ഓഫീസേഴ്സിന്റെ കോൺഫറൻസ്. സംഭവം നടന്നിട്ട് 24 മണിക്കൂറുകളാവാൻ പോകുന്നു. ഇതുവരെയും കുറ്റവാളികളെക്കുറിച്ച് നമുക്ക് യാതൊരു വിവരവും കിട്ടിയിട്ടില്ല എന്നത് ലജ്ജാകരം തന്നെ. വാൾട്ടർ വെങ്കടേഷ് ഓരോ മുഖങ്ങളിലേക്കും മാറി മാറി നോക്കി. ആരും ഒന്നും പറയുന്നില്ല. എന്റെ മക്കളെ തടവിൽ വെച്ചുകൊണ്ട് മയക്കുമരുന്ന് തിരികെ ആവശ്യപ്പെടുകയാണ് ആ റാസ്കൽസ്. എന്ത് വന്നാലും അതിനെ തിരിച്ചു കിട്ടുമെന്ന് അവന്മാർ സ്വപ്നം പോലും കാണണ്ട. സാർ, അപ്പോൾ അങ്ങയുടെ മക്കൾ? ASP നാഗാർജുൻ പതിയെ പറഞ്ഞു. പെൺകുട്ടികൾ അവരുടെ കസ്റ്റഡിയിൽ ഇരിക്കുന്നിടത്തോളം. ഷട്ടപ്പ്. കമ്മീഷണറുടെ സ്വരമുയർന്നു. മിസ്റ്റർ നാഗാർജുൻ, നിങ്ങൾ പറഞ്ഞിരുന്നതിനെക്കുറിച്ച് പൊരുൾ എനിക്ക് മനസ്സിലായി. ചരസ് തിരികെ കൊടുക്കണമെന്ന് അല്ലേ? അത് നടപ്പില്ല. നാഗാർജുൻ തലകുനിച്ചു. കമ്മീഷണർ തുടർന്നു. എനിക്കറിയാം, നിങ്ങൾക്കും പേടിയാണ്. അവനോട് എതിർത്താൽ നിങ്ങളുടെ വീടുകളിൽ നിന്നും ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്യപ്പെട്ടാലോ, അല്ലേ? അപ്പോഴും ആരും ഒന്നും പറയുന്നില്ല. കമ്മീഷണർ മാത്രം സംസാരിക്കുകയാണ്. ബാംഗ്ലൂർ കേന്ദ്രമാക്കിയ 3 റാസ്കൽസ് ഇവിടെയുണ്ട്. നിജലിംഗപ്പയും രാമരാജ ഗൌഡയും അലിയാരും. ഇവരിൽ ആരുടെയോ ആണ് സാധനം. വേണ്ടി വന്നാൽ ഏത് നിമിഷവും ഒരു റെയ്ഡിന് എല്ലാവരും തയ്യാറായിരിക്കണം. എല്ലാവരും മുഖാമുഖം നോക്കി. കമ്മീഷണർ സാർ രണ്ടും കൽപ്പിച്ചാണ്. ഈ പറഞ്ഞ 3 അധോലോകക്കാരോട് കളിച്ചാലും ഫലം ഒരുപോലെയാണ്. ചോര കൊണ്ടേ അവർ കണക്ക് തീർക്കൂ. ഈയാമ്പാറ്റകളെ പോലെ പോലീസുകാർ പിടഞ്ഞു തീർന്നേക്കാം. പിന്നെയും ആ കോൺഫറൻസ് നീണ്ടു. രാത്രി. അന്നും കമ്മീഷണർ ഉറങ്ങിയില്ല. നേരം പുലർന്നപ്പോൾ ഒരാൾ കമ്മീഷണറെ കാണാനെത്തി. DYSP ശങ്കർ. എനിക്ക് സാറിനോട് മാത്രമായി ഒരു കാര്യം പറയാനുണ്ട്. അതുകൊണ്ടാണ് ഇന്നലത്തെ കോൺഫറൻസിൽ വെച്ച് പറയാതിരുന്നത്. ശങ്കർ പറഞ്ഞു. ശങ്കർ ഇരിക്കും. അയാൾക്കെതിരെ ഇരുന്നിട്ട് കമ്മീഷണർ ഒരു സിഗരറ്റ് കത്തിച്ചു. താങ്കൾ ഇവിടെ പുതിയ ആളായതുകൊണ്ട് ഒരുപക്ഷെ ഞാൻ പറയുന്നത് ആദ്യം അങ്ങോട്ട് അഡ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരില്ല. ശങ്കർ ഇനിയും കാര്യത്തിലേക്ക് കടന്നില്ല. സാർ, ശങ്കർ ഒന്നിളകിയിരുന്നു. ഇന്ന് രാവിലെ അവർ ഫോൺ ചെയ്യുമ്പോൾ അങ്ങ് എന്തായാലും ഉത്തരം കൊടുത്തേ മതിയാകൂ. ശങ്കർ, കം ടു ദി പോയിന്റ്. വെങ്കിടേഷ് അസ്വസ്ഥനായി. സാർ, അങ്ങയുടെ മക്കളെ രക്ഷിക്കാൻ ഈ പട്ടണത്തിൽ ഇപ്പോൾ ഒരാൾക്ക് കഴിയൂ. ആർക്ക്? വിഷ്ണുവർദ്ധന്. വിഷ്ണുവർദ്ധൻ? ആരാണവൻ? അവനാണ് പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയ വാനിന്റെ പിന്നാലെ ബൈക്കിൽ പോയത്. ഐ സി. എന്താണ് ഇവന്റെ പണി? അതല്ലേ രസം. പണം കൊടുത്താൽ എന്തും ചെയ്യും. കൊലപാതകമൊഴികെ. മോഷണം, കിഡ്നാപ്പിംഗ്, അങ്ങനെ പോകും കാര്യങ്ങൾ. ഇവിടത്തെ അധോലോകങ്ങൾക്ക് വേണ്ടപ്പെട്ടവൻ. പോലീസിനും ചിലപ്പോൾ അവൻ ഉപകാരിയായിട്ടുണ്ട്. അവനെക്കൊണ്ട് എന്റെ മക്കളെ വീണ്ടെടുപ്പിക്കണമെന്നാണോ? കമ്മീഷണറുടെ കണ്ണുകൾ കുറുകി. സാർ, അത് ശങ്കറിന് പോകാം. സാർ. ശങ്കർ എണീറ്റു. അയാൾ വാതിൽക്കൽ എത്തിയപ്പോൾ കമ്മീഷണർ വിളിച്ചു. ശങ്കർ. അയാൾ തിരിഞ്ഞു നോക്കി. ശങ്കർ ഇരിക്കെ. അയാൾ വീണ്ടും വന്നിരുന്നു. വിഷ്ണുവിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും പറയൂ. സുമുഖൻ, വിദ്യാസമ്പന്നൻ, കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റ്. ജോലി ഇതാണെന്നേയുള്ളൂ. വിശ്വസിച്ച് ജോലി ഏൽപ്പിക്കാം. ഏറ്റുകഴിഞ്ഞാൽ അവനത് ചെയ്തിരിക്കും. പക്ഷേ പണം കൊടുക്കാതെ ജോലി ചെയ്യില്ല. കമ്മീഷണർ ഇത്തിരി നേരം ചിന്തിച്ചിരുന്നു. തന്റെ മക്കൾ.
നീതിക്ക് നിരക്കാത്തതാണെങ്കിലും വിഷ്ണുവർദ്ധനെ കൊണ്ട് അവരെ മോചിപ്പിച്ചാലോ? അയാൾ അങ്ങനെ വിചാരിച്ചുപോയി. എന്തിനും എനിക്ക് വിഷ്ണുവിനൊന്ന് കാണണം. ശങ്കർ ഇറങ്ങി. വിഷ്ണുവർദ്ധൻ രാവിലെയാണ് വീട്ടിലെത്തിയത്. കഴിഞ്ഞ രാത്രിയിൽ അയാൾ നേഴ്സ് കുസുമവും ഒന്നിച്ച് ഒരു ഹോട്ടലിലായിരുന്നു. അവൾ സമ്മാനിച്ച സുന്ദര നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് കിടക്കയിൽ ചരിഞ്ഞു കിടക്കുമ്പോൾ അമ്മയുടെ ശബ്ദം കേട്ടു. നീ ഇന്നലെ എവിടെയായിരുന്നടാ? ഒരു വഴിക്ക് പോയി. ഈ മുറിവുകളുമായിട്ട്? ഏയ്, മുറിവുകൾ ഇവിടെ വെച്ചിട്ടാ പോയത്. അമ്മ എന്തോ പിറുപിറുത്തുകൊണ്ട് നടന്നുപോയി. വിഷ്ണുവിന് അച്ഛനില്ല. അച്ഛനൊരു പട്ടാളക്കാരനായിരുന്നു. അതിർത്തിയിൽ വെച്ച് പാകിസ്ഥാൻ അതിർത്തി സേനയുടെ അപ്രതീക്ഷിതമായ ഷെല്ലാക്രമണത്തിൽ മരിക്കുകയായിരുന്നു. സർവീസിലിരിക്കുമ്പോൾ മരിച്ചതിനാൽ വിഷ്ണുവിന് അച്ഛന്റെ ജോലി ലഭിക്കുമായിരുന്നു. അയാളത് വേണ്ടെന്ന് വെച്ചു. അനുജൻ ആ ജോലി കിട്ടട്ടെ എന്നുറച്ചു. വിഷ്ണുവിന് ഒരു അനുജനും അനുജത്തിയുമുണ്ട്. രണ്ടുപേരും കോളേജിൽ പഠിക്കുന്നു. അമ്മേ, എനിക്ക് വിശക്കുന്നു, അവൻ വിളിച്ചു പറഞ്ഞു. ടേബിളിലുണ്ട്, വേണമെങ്കിൽ എടുത്ത് കഴിക്കടാ. ഓ, അതിനിപ്പോ അനുമതി ചോദിക്കണ്ടല്ലോ. അവൻ കാപ്പി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുറ്റത്ത് കാർ വന്നു നിന്നു. ഡിവൈഎസ്പി ശങ്കർ. ശങ്കർ ഇറങ്ങി അകത്തേക്ക് വന്നു. അല്ല, ആരിത്? ശങ്കർ സാറോ? ഈ വഴിയൊക്കെ? ഒരു ചായ കഴിക്കാമല്ലോ, വിഷ്ണു പറഞ്ഞു. എന്താ വിഷ്ണു, നീ ഇങ്ങനെ ചില സ്ത്രീകളെ പോലെ ശ്വാസം വിടാതെ സംസാരിക്കുന്നത്? ഇരുവരും ചിരിച്ചു. അമ്മ അവിടേക്ക് വന്നു. ആരാ മോനെ ഇത്? ശങ്കർ സാറ്, ഡിവൈഎസ്പിയാ. അമ്മ പെട്ടെന്ന് തൊഴുതു. പിന്നെ തിരക്കി. ഇവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയോ സാറേ? അത് ശങ്കർ പറയാൻ വിഷ്ണു സമ്മതിച്ചില്ല. അവൻ അതിനു മുമ്പ് പറഞ്ഞു. പ്രശ്നമൊന്നുമില്ലമ്മേ. ശങ്കർ സാർ കുറെ കാലമായി പറയുന്നു ഭാര്യ വീടിനടുത്ത് ട്രാൻസ്ഫർ വാങ്ങിക്കൊടുക്കണമെന്ന്. ഞാൻ ഏറ്റിരുന്നതാ. എടാ, ശങ്കർ അവനെ തുറച്ചു നോക്കി. നിർത്തി. കാപ്പികുടി കഴിഞ്ഞ് ഇരുവരും വിഷ്ണുവിന്റെ മുറിയിലെത്തി. നീ വേഗം കുളിച്ച് റെഡിയാവ്. ഒരിടം വരെ അത്യാവശ്യമായിട്ട് പോകണം. എവിടാ സാറേ? ഒക്കെ പിന്നെ പറയാം. വിഷ്ണു പെട്ടെന്ന് തയ്യാറായി. കാറിൽ വെച്ചാണ് ശങ്കർ പറഞ്ഞത്. നിന്നെ സിറ്റി പോലീസ് കമ്മീഷണർക്ക് ഒന്ന് കാണണം. ഏയ്, അങ്ങേ കാള തെറ്റിയതാകും. അല്ല, അദ്ദേഹത്തിന്റെ പെൺപിള്ളേരെ. എന്റെ അമ്മോ, ഞാൻ കമന്റ് അടിച്ചുമില്ല, ലൈനിട്ടതുമില്ല. അവളുമാരങ്ങനെ പറഞ്ഞോ? നീ എഴുതാപ്പുറം വായിക്കാതെടാ. കാറ് തിരക്കുള്ള റോഡിലൂടെ നീങ്ങുകയാണ്. പെട്ടെന്ന് വിഷ്ണു പറഞ്ഞു. ഒന്ന് നിർത്തിക്കേ. കാർ നിന്നു. അവൻ പെട്ടെന്ന് പുറത്തിറങ്ങി. ശങ്കറിന് ഒന്നും മനസ്സിലായില്ല. വിഷ്ണുവർദ്ധൻ ഫുട്പാത്തിലൂടെ മുന്നോട്ട് നടന്നു. അതിനിടയിൽ തിരിഞ്ഞു നോക്കാതെ വിളിച്ചു പറഞ്ഞു. നിങ്ങൾ വിട്ടോ, പോലീസുകാരുമായുള്ള ഏർപ്പാടുകൾ ഞാൻ നിർത്തി. അയാൾ കാറിൽ നിന്നും ചാടിയിറങ്ങി. വിഷ്ണു, നിൽക്ക്. അയാൾ നിന്നില്ല. രാവിലെ ഞാൻ വിചാരിച്ചു വല്ല കോളുമായിരിക്കുമെന്ന്. ഇതിപ്പോ ശങ്കർ ഒപ്പം എത്തിക്കഴിഞ്ഞു. നിക്കടാ അവിടെ. ആ ശബ്ദത്തിന് മുന്നിൽ വിഷ്ണുവിന്റെ കാലുകൾ നിശ്ചലമായി. അയാൾ തലതിരിച്ച് ശങ്കറെ നോക്കി. യു ആർ അണ്ടർ അറസ്റ്റ്. വിഷ്ണു അത് കേട്ട് ചിരിച്ചു. വകുപ്പ് എന്നതാ സാറേ? അതിനാണോടാ പോലീസിന് ബുദ്ധിമുട്ട്? എങ്കി സാറ് പോയി യൂണിഫോം ധരിച്ചിട്ട് വാ, ഞാനിവിടെ നിൽക്കാം. വിഷ്ണു, തമാശകളെ. നിന്നെ ഉടൻ കൊണ്ടുവിടാതെ ചെല്ലാമെന്ന് കമ്മീഷണർക്ക് വാക്ക് കൊടുത്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. നല്ല കുട്ടിയായിട്ട് വാ. ഒരു നിമിഷം അവൻ ചിന്തിച്ചു നിന്നു. എന്തിനാ കമ്മീഷണർ എന്നെ കാണുന്നത്? പെൺമക്കളെ കെട്ടിച്ചു തരാനോ? ചിലപ്പോ. നീ വാ, കാര്യങ്ങൾ ഞാൻ വ്യക്തമായി പറയാം. മനസ്സില്ലാ മനസ്സോടെ അയാൾ വീണ്ടും കാറിൽ കയറി. ശങ്കർ കാര്യങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചു. വിഷ്ണുവർദ്ധന് ഉത്സാഹം. ലാൽബാഗിൽ വെച്ച് താൻ ലൈനടിക്കാൻ നോക്കിയത് കമ്മീഷണറുടെ മക്കളെയാണ്. പക്ഷെ അവൻ ആളാതെ മനസ്സിലടക്കി. ഇതിപ്പോ സംഗതി കെട്ടെടുത്തോളം ത്രിമൂർത്തികളിൽ ഒരുവന്റെ കസ്റ്റഡിയിലാ പെൺകുട്ടികൾ. എനിക്കിടപെടാൻ പറ്റില്ല. 3 പേരും എന്നെ കയ്യച്ച് സഹായിച്ചിട്ടുള്ളവരാ. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. കാറ് കമ്മീഷണറുടെ ക്വാർട്ടേഴ്സിൽ എത്തിക്കഴിഞ്ഞിരുന്നു. കമ്മീഷണർ അവരെ കാത്തിരിക്കുകയായിരുന്നു. വിഷ്ണുവർദ്ധൻ അയാളെ ശ്രദ്ധിച്ചു. ആളൊരു കുറുക്കനാണെന്ന് ഒറ്റ നോട്ടത്ത് മനസ്സിലായി. ഇരിക്കൂ, 2 പേരോടുമായി കമ്മീഷണർ പറഞ്ഞു. ശങ്കറുടെ അരികിൽ തന്നെ മടി കൂടാതെ വിഷ്ണുവും ഇരുന്നു. അവന്മാർ അല്പം മുമ്പും ഫോൺ ചെയ്തിരുന്നു. ഞാൻ വൈകിട്ട് വരെ സമയം ചോദിച്ചിരിക്കുകയാണ്, വാൾട്ടർ വെങ്കിടേഷ് അറിയിച്ചു. വിഷ്ണു ഇതൊന്നും തന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന മട്ടിലിരുന്നു. കമ്മീഷണറും അയാളെ പഠിക്കുകയായിരുന്നു. വിഷ്ണുവിന്റെ മുഖത്തെ നിഷ്കളങ്കഭാവം അയാളെ വിസ്മയിപ്പിച്ചു. ഈ യുവാവാണോ കൂലിക്ക്? ശങ്കർ പറഞ്ഞിരുന്നതൊക്കെ വിശ്വസിക്കുവാൻ അയാൾക്ക് മടി തോന്നി. മിസ്റ്റർ വിഷ്ണുവർദ്ധൻ, കമ്മീഷണർ വിളിച്ചപ്പോൾ അയാൾ നിവർന്നിരുന്നു. കാര്യങ്ങളൊക്കെ ശങ്കർ പറഞ്ഞിരിക്കുമല്ലോ. ഒരുവിധം എന്ന് പറഞ്ഞാൽ? അയാൾ നെറ്റിച്ചൊളിച്ചു. ബിസിനസ് ആകുമ്പോൾ ചില വ്യവസ്ഥകളൊക്കെയുണ്ട്. അതൊന്നും പറഞ്ഞില്ല. ഐ സി. അയാൾ വിഷ്ണുവിന്റെ മുഖത്തു നിന്നും കണ്ണുകൾ എടുക്കാതെ പറഞ്ഞു. എന്റെ കുട്ടികളെ രക്ഷിക്കുന്നതിന് വിഷ്ണുവിന് എത്ര രൂപ വേണം? 2 കുട്ടികളല്ലേ? അതെ, 2 ലക്ഷം. കമ്മീഷണറുടെ കണ്ണ് തള്ളിപ്പോയി.
ഞാൻ ഇവിടുത്തെ സിറ്റി പോലീസ് കമ്മീഷണറാണ്. ഞാൻ ഒരു പാവം തൊഴിലില്ലാത്ത ചെറുപ്പക്കാരനും. അവർ തമ്മിൽ കൂടുതൽ മുഷിഞ്ഞ് സംസാരിക്കാതിരിക്കാൻ ശങ്കർ ഇടപെട്ടു. വിഷ്ണു പറഞ്ഞ് പണം തരാം. ഓക്കെ, എനിക്ക് പെൺകുട്ടികളുടെ ഫോട്ടോ വേണം. ഉടനെ കമ്മീഷണർ അത് നൽകി. തുകയുടെ പകുതി അഡ്വാൻസ്. കമ്മീഷണർ ശങ്കറെ നോക്കി. ശങ്കർ തലകുലുക്കി. ഇപ്പോൾ എന്റെ കൈവശം 10,000-ൽ കൂടുതൽ കാണില്ല. ഉച്ചയ്ക്ക് മുമ്പ് ബാങ്കിൽ നിന്നെടുത്തു തരാം. ഓക്കെ. അവൻ നെറ്റിയിലേക്ക് വീണുകിടന്ന മുടി പിന്നോട്ടൊതുക്കി. ഒരു ചുയിങ്കം എടുത്ത് വായിലിട്ട് ചവച്ചു. അതിന്റെ കവർ ആശ്രയിൽ തിരുകി. കമ്മീഷണർക്ക് ഇതൊന്നും ഇഷ്ടമായില്ലെങ്കിലും ഒന്നും പറഞ്ഞില്ല. വിഷ്ണു തലയിളക്കി. ഇനി ചില കണ്ടീഷൻസ്. ഞാൻ ഈ ദൗത്യം ഏറ്റെടുത്ത കാര്യം നമ്മൾ 3 പേരുമേ അറിയാവൂ. പിന്നെ പെൺകുട്ടികളെ തിരികെ കിട്ടിക്കഴിയുമ്പോൾ അവർ ആരുടെ പക്കലായിരുന്നു, താവളം എവിടെയാണ് എന്നൊന്നും എന്നോട് ചോദിച്ചേക്കരുത്. അതൊന്നും ഒരിക്കലും എന്നിൽ നിന്ന് കിട്ടില്ല. താൻ ഇപ്പോൾ ഇക്കാര്യം ചിന്തിച്ചതേയുള്ളൂവെന്ന് കമ്മീഷണർ ഓർത്തു. തന്റെ മനസ്സ് വായിച്ചതുപോലെയാണല്ലോ ഇവൻ പറയുന്നത്. അക്കാര്യത്തെക്കുറിച്ചൊന്നും വിഷ്ണു ചിന്തിക്കേണ്ട, അതുറപ്പ്, ശങ്കർ പറഞ്ഞു. ഉത്തരം തരേണ്ടത് കമ്മീഷണർ സാറാണ്. ശരി, കമ്മീഷണറും പറഞ്ഞു. വിഷ്ണുവർദ്ധൻ എണീറ്റു. സാർ, ഒരു ചോദ്യം. അവൻ 2-3 തവണ സാറുമായി സംസാരിച്ചല്ലോ. അതിൽ നിന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട ഒരു തെളിവ്? ഫോണിലൂടെ ഒരു സിംഹത്തിന്റെ ഗർജനം ഞാൻ കേട്ടു. റിയലി? യെസ്. വിഷ്ണുവിന്റെ മുഖം വികസിച്ചു. അപ്പോൾ രാമരാജ ഗൌഡയുടെ കസ്റ്റഡിയിലാണ് പെൺകുട്ടികൾ. അവന്റെ ഭാവമാറ്റം കണ്ട് കമ്മീഷണർ തിരക്കി. ആരാണെന്ന് വിഷ്ണുവിന് മനസ്സിലായോ? എവിടെന്ന്? അവൻ പുറത്തേക്ക് നടന്നു. പിന്നാലെ ശങ്കറും നടന്നു. അപ്പോൾ തിരിഞ്ഞു നിന്ന് കമ്മീഷണറോടായി വിഷ്ണുവർദ്ധൻ പറഞ്ഞു, ഇനി അവർ ഫോൺ ചെയ്യുകയാണെങ്കിൽ സാധനം തിരിച്ചു കൊടുത്തേക്കാം എന്ന് മാത്രം താങ്കൾ പറയുക. സന്ധ്യയാകുവാൻ കാത്തിരിക്കുകയായിരുന്നു വിഷ്ണുവർദ്ധൻ. അതുവരെ അവൻ ആ സുന്ദരികളുടെ ഫോട്ടോയിൽ നോക്കിക്കിടന്നു. ഇനി നിന്നെയൊക്കെ എന്ത് ചെയ്യണമെന്ന് വിഷ്ണുവിന് അറിയാമേടി മക്കളെ. യാതൊരു കാരണവശാലും ഗൌഡ വിവരമറിയിക്കരുത്. തങ്ങൾ തമ്മിൽ നല്ല ടേംസിലാണ്. ഗൌഡയുടെ താവളങ്ങൾ എവിടെയൊക്കെയാണെന്നും എവിടെയാണ് പെൺകുട്ടികൾ കാണാൻ സാധ്യതയെന്നും അയാൾക്കറിയാമായിരുന്നു. രാത്രി വിഷ്ണുവർദ്ധന്റെ യമഹ ബൈക്ക് നഗരത്തിന്റെ ഹൃദയഭാഗത്തുകൂടി ചീറിപ്പാഞ്ഞു. അതിലിരിക്കുന്നത് വിഷ്ണുവാണെന്ന് പറയുകയില്ല. കറുത്ത വസ്ത്രങ്ങളും ക്യാൻവാസ് ഷൂസും ഗ്ലൗസും ഹെൽമറ്റുമൊക്കെ അയാൾ അണിഞ്ഞിരുന്നു. പുറത്ത് ഒരു ബാഗ് അയാൾ തൂക്കിയിരുന്നു. നഗരത്തിലെ തന്നെ ചില ഊടുവഴികളിലൂടെ ബൈക്ക് വെട്ടിത്തിരിഞ്ഞു. അവസാനം വൃത്തികെട്ട ഒരു തെരുവിലെത്തി. അവിടെ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ നഗരാതിർത്തിയായി. രേഖയും രാജിയും അടിക്കപ്പെട്ട ഒരു മുറിക്കുള്ളിലായിരുന്നു. ഇരുവരും കണ്ണീർ വാർത്തു. പോലീസ് കമ്മീഷണറുടെ മക്കൾക്ക് ഈ ഗതി. ഏത് നിമിഷവും ഭീകരന്മാർ കടന്നുവരാം, തങ്ങളെ നശിപ്പിക്കാം. ഡാഡി മയക്കുമരുന്ന് തിരികെ കൊടുത്തില്ലെങ്കിൽ തങ്ങളെ ജീവനോടെ പുറത്തുവിടില്ലെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തിനും മടിയില്ലാത്ത ഭീകരന്മാരാണെന്ന് ഇരുവർക്കും ഉറപ്പായി കഴിഞ്ഞിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞിട്ടും ഇരുവർക്കും ഉറങ്ങാൻ കഴിഞ്ഞില്ല. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരുടെ പാദപതന ശബ്ദം കേൾക്കാം. അവർ കൊണ്ടുവച്ച ഭക്ഷണം മുറിക്കുള്ളിലിരിക്കുന്നു. ഇരുവരും അവിടെ നിന്നും ജലപാനം പോലും കഴിച്ചിട്ടില്ല. തരുന്ന ഭക്ഷണത്തിൽ ഇവർ മയക്കുമരുന്ന് ചേർത്തിട്ടില്ലെന്ന് എങ്ങനെ അറിയും? അങ്ങനെ തങ്ങളെയും ഡ്രഗ്സിന് അഡിക്റ്റായിട്ടാണോ ഭാവം? ഇടനാഴിയിൽ എന്തൊക്കെയോ ശബ്ദങ്ങൾ കേട്ട് ഇരുവരും ഞെട്ടി. ആരൊക്കെയോ നിലവിളിക്കുന്നത് പോലെ. അടുത്തു വരുന്ന കാലടി ശബ്ദങ്ങൾ. വാതിൽ തുറക്കപ്പെട്ടു. ഇരുവരും ചാടി എണീറ്റു. ഹെൽമെറ്റ് ധരിച്ച ഒരു മനുഷ്യൻ അകത്ത് കയറി വാതിലടിച്ചു. അവർ അയാളെ മിഴിച്ചു നോക്കി. അയാൾ പതിയെ ഹെൽമെറ്റ് മാറ്റി. അവർ മിഴിച്ചു നിന്നു. തങ്ങൾ ലാൽബാഗിൽ വെച്ച് കണ്ട സുന്ദരൻ. തങ്ങളെ ഇവർ പിടിച്ചുകൊണ്ടു പോന്നപ്പോൾ പിന്നാലെ ബൈക്കിലെത്തിയവൻ. രക്ഷിക്കണം ഞങ്ങളെ. ഒരാൾ അയാളുടെ കാൽക്കൽ വീണു. എണീക്ക്, കനത്ത ശബ്ദത്തിൽ അവൻ പറഞ്ഞു. യുവതി എണീറ്റു. നീ രാജിയോ രേഖയോ? രേഖ. അയാൾ ഇരുവരെയും നോക്കി ചിരിച്ചു. നിങ്ങൾക്ക് രക്ഷപ്പെടണോ? വേണം, ഇരുവരും ഒരേ ശബ്ദത്തിൽ പറഞ്ഞു. അവൻ പതിയെ ചൂയിങ്കം ചവച്ചു. ലാൽബാഗിൽ വെച്ച് എന്റെ മുഖത്തു നോക്കി നിങ്ങളെന്താ പറഞ്ഞത്? ഞങ്ങളോട് ക്ഷമിക്കണം. അവർ കരയാൻ തുടങ്ങി. പെണ്ണുങ്ങളുടെ മുതലക്കണ്ണീർ കണ്ടാലെന്നും വീഴുന്നവനല്ല വിഷ്ണു. പിന്നെ നിങ്ങൾ എനിക്ക് താല്പര്യമുള്ള കേസായതിനാൽ. യുവതികളുടെ മുഖം തെളിഞ്ഞു. ഒരു കണ്ടീഷൻ. സമ്മതമെങ്കിൽ നിങ്ങളെ രക്ഷിക്കാം. എന്ത് വേണമെന്ന് പറയൂ. രേഖയ്ക്ക് ധൃതി. അയാൾ അവളെ അടിമുടി നോക്കി. നിങ്ങൾക്ക് ഇത്തിരി കൂടി ഇറക്കമുള്ള ഡ്രസ്സുകൾ ധരിച്ചുകൂടെ? ഇതൊക്കെ കണ്ടാൽ ആർക്കാ കിഡ്നാപ്പ് ചെയ്യാൻ തോന്നാത്തത്? യുവതികളുടെ മുഖം വിളറി. ഇനി കണ്ടീഷൻ പറയാം. അവർ തല ഉയർത്തി. വിഷ്ണുവർദ്ധൻ എന്തോ പറയാൻ ഭാവിച്ചതും വാതിലിൽ ആരോ ശക്തിയായി മുട്ടി. അയാൾ ഞെട്ടിത്തിരിഞ്ഞു. വാതിലിപ്പോൾ തകർന്നു വീഴുമെന്ന് തോന്നി.